നടത്തുകയാണ്. വിശ്വാസികൾ, നമ്മൾ ഇന്ന് ജുമഅയിൽ കേട്ടത് നമ്മുടെ ഖതീബ് പറഞ്ഞൊരു വിഷയം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹദീസ് കൊണ്ടാണ് ഇന്നത്തെ ജുമഅ ആരംഭിച്ചത് ഖതീബ്. അതായത് ഒരിക്കൽ ആ ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹ് നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുന്നതിൽ നിന്ന് കുറച്ച് വഴുകുകയുണ്ടായി പള്ളിയിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ് നമുക്കെല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കരിക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലൊക്കെ പറഞ്ഞ പോലെ 2/3 ഭാഗം, 3/4 ഭാഗവും, ചിലപ്പോൾ പകുതി ഭാഗവും, ചിലപ്പോൾ 1/4 ഭാഗവുമായിട്ടൊക്കെ റസൂൽ നമസ്കരിക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് രാത്രിയുടെ അവസാന ഭാഗത്ത്, അവസാന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാതെ, കാരണം പ്രാർത്ഥനയ്ക്ക് ധാരാളം ഉത്തരം കിട്ടുകയും അള്ളാഹു അടുത്തു വരികയും ചെയ്യുന്ന സമയമായതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയങ്ങളിൽ ഉറങ്ങാതെ നമസ്കരിക്കാറാണ് പതിവ്. അങ്ങനെ അതിനുശേഷം ബാങ്ക്, സുബഹി ബാങ്ക് കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യും? 2 റക്അത്ത് എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് സുബഹിന്റെ മുമ്പുള്ള നമസ്കാരം, ഐച്ഛികമായ നമസ്കാരം നമസ്കരിക്കുകയും ഇഖാമത്ത് കൊടുക്കുന്നതിന് ഇടയിൽ എന്ത് ചെയ്യും? ഒന്ന് മയങ്ങാറുണ്ട്. റസൂലിന്റെ ഹൃദയം ഒരിക്കലും എന്ത് കണ്ണിങ്ങനെ അടയുള്ളൂ, പക്ഷേ ഹൃദയം ഉറങ്ങാറില്ല എന്നും പറഞ്ഞു. അപ്പൊ അതായിരുന്നു റസൂലിന്റെ പതിവ്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിക്ക് വല്ലാതെ ഒഴുകി. ആളുകളൊക്കെ, സ്വഹാബ കിറാമുകളൊക്കെ റസൂലിനെയും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരികയും അങ്ങനെ ഇഖാമത്ത് കൊടുത്ത് നമസ്കരിക്കാറാണ് പതിവ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന സമയം കഴിഞ്ഞു, കാണാനില്ല. എന്താ പറ്റിയത്? അങ്ങനെ സഹാബികൾക്ക് ഭയമായി. സൂര്യൻ ഉദിക്കാറായി. സൂര്യൻ ഉദിക്കുമോ എന്ന് ഭയപ്പെട്ടു. അങ്ങനെ സൂര്യൻ ഉദിക്കുന്നതിന്റെ സുബഹിന്റെ സമയം അവസാനിക്കുന്നതിന്റെ തൊട്ടു മുമ്പ്, സുബഹിന്റെ 1ാമത്തെ വഖ്ത് മുതൽ, സമയം മുതൽ ആ അവസാനത്തെ വഖ്ത് വരെ, അതിന്റെ അവസാന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധൃതിയിൽ വരികയും അങ്ങനെ ഇഖാമത്ത് കൊടുക്കാൻ ആവശ്യപ്പെടുകയും വളരെ ചുരുക്കിക്കൊണ്ട് വേഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടാണ് റസൂൽ വഴുകിയത് എന്ന കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അന്ന് ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘമായി നമസ്കരിക്കുകയും അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുകയും ചെയ്തു. ആ ഉറക്കത്തിൽ അള്ളാഹുവുമായിട്ടുള്ള നല്ലൊരു സംഭാഷണം, സ്വപ്നത്തിലൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും തമ്മിൽ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഒരു അടിമയും, അള്ളാഹുവിന്റെ അടിമയും, ലോകത്തെ ശ്രേഷ്ഠനായിട്ടുള്ള അടിമ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു. ആ സംഭാഷണത്തിന്റെ ഇടയിൽ, ആ അള്ളാഹുവുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളിൽ നിന്നൊക്കെ അദൃശ്യമായിട്ടുള്ള, ഗൈബായിട്ടുള്ള കാര്യങ്ങൾ കുറെയൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ സംഭാഷണത്തിലൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കഫാറത്ത് എന്താണെന്ന് പഠിപ്പിച്ചു. അതേപോലെ തന്നെ ദറജാത്ത് എന്താണെന്നും അവിടെ പഠിപ്പിച്ചു തരികയാണ്. അവിടെ ആ സംഭാഷണത്തിലൂടെ, ഉറക്കത്തിലൂടെയുണ്ടായ ആ സംഭാഷണത്തിലൂടെ എന്താണ് കഫാറത്തെന്നും ദറജാത്ത് എന്നും നമ്മെ പഠിപ്പിച്ചു തരുന്നു. എന്താണ് കഫാറത്ത് എന്ന് പറഞ്ഞു തരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ പള്ളിയിലേക്കും മറ്റുമൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് വുദുവെടുത്ത് വരികയും അങ്ങനെ നമസ്കരിക്കുകയും ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരത്തിനായി പള്ളിയിൽ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുക, അതാണ്
കഫാറ എന്ന് വെച്ചാൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനും പാപങ്ങൾ പുറത്തു തരാനും പറ്റിയ നല്ല മാർഗങ്ങളിൽ വലിയ നല്ലൊരു മാർഗമാണ് ഇത് എന്ന് നമ്മെ പഠിപ്പിച്ചു തരും. നമ്മൾക്ക് പലപ്പോഴും പ്രാവർത്തികമാക്കാവുന്ന ഒരു കാര്യമാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. മറ്റൊരു ഹദീസിൽ ഇതേപോലെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുമ്പോൾ നല്ല ശുദ്ധമായ ഒതു ഭംഗിയാക്കുക, ശുദ്ധിയുള്ളതാക്കുക, പൂർണ്ണമായ ഒതു കൊടുക്കുക. നമ്മളൊക്കെ ഒതു കൊടുക്കുമ്പോൾ ധൃതിയാണ് അല്ലേ? കൈയൊക്കെ അങ്ങനെ കഴുകുമ്പോൾ കയ്യിന്റെ മുട്ടൊന്നും ചിലപ്പോൾ നനഞ്ഞിട്ടുണ്ടാവില്ല. കാലൊക്കെ അങ്ങനെ കഴുകുമ്പോൾ കാലൊന്നും കഴുകൂല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാലൊന്നും ചെയ്യില്ല, കഴുകില്ല. എന്താ കാട്ടാറുള്ളത്? നിങ്ങൾ എന്താ കാട്ടാറുള്ളത്? കാലിന് വെച്ചിട്ട് പൈപ്പിനൊക്കെ തീറ്റലാണ്. അപ്പൊ എന്ത് ചെയ്യാനുള്ള കാലൊന്നും കഴുകാറില്ല, അതിങ്ങനെ വെറുതെ വീഴും. അപ്പൊ എന്ത് ചെയ്യും? നമ്മളുടെ പുതിംഭാഗത്തുള്ള മടമ്പ് കാലൊന്നും നനയാറേയില്ല. ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ധൃതിയോടെ നാശമാണ് അത്തരക്കാർക്ക് അല്ലേ? നാശമാണെന്നാ പറഞ്ഞിട്ടുള്ളത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ വുദു എടുക്കുമ്പോൾ പൂർണ്ണമായി എടുക്കണം. പൂർണ്ണമായ രൂപത്തിൽ നനയേണ്ട ഭാഗങ്ങളൊക്കെ കൃത്യമായി നനയും. ആ വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാവണം. മുഖം കഴുകുമ്പോൾ ഒറ്റ വീട്ടിൽ എവിടെയും നനയില്ല ചിലപ്പോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് നനയേണ്ട ഭാഗങ്ങളൊക്കെ നനച്ച് പൂർണ്ണമായി ഒതുവെടുത്ത് എന്ത് ചെയ്യുന്നു? പള്ളിയിലേക്ക് നടന്നു വരുന്നു. ജുമാക്കും പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ കുറെയൊക്കെ എന്ത് ചെയ്യാൻ? നടന്നു പോകാൻ ശ്രമിക്കുക. കാരണം എന്താ? ഒതുവെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് നടന്നു പോകുമ്പോൾ ഓരോ കാൽപാദത്തും വെക്കുമ്പോഴും ഒരു കാൽപാദത്തിലൂടെ നമ്മുടെ ഒരു പാപം പുറത്തു കിട്ടുന്നു. പടച്ചോനെ പുറത്തു തരണേ എന്ന് ആവശ്യപ്പെടാതെ തന്നെ നമ്മളുടെ പാപം പുറത്തു കിട്ടുന്ന ഒരു മാർഗമാണിത്. എന്തിനു കളയണം? അപ്പോൾ കുറച്ചൊന്നും നടന്നു എന്ന് വെച്ച് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ കിട്ടുന്നത് ഓരോ കാൽപാദത്തിനും ഒരു പാപം വെച്ച് പുറത്തു കിട്ടുകയല്ലേ? ആ നന്മ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നു പലപ്പോഴും. അതേപോലെ തന്നെ അങ്ങനെ നമസ്കരിച്ച ശേഷം അടുത്ത നമസ്കാരത്തിനായി പള്ളിയിൽ തന്നെ പ്രതീക്ഷിച്ചിരിക്കുക. അതിനെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദാലികുമുർ റിബാത്ത് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെ? റിബാത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ അങ്ങനെ അള്ളാഹുവുമായിട്ട് പള്ളിയുമായിട്ട് അങ്ങനെ കെട്ടിയിടുക. ഇതാണ് റിബാത്ത് എന്ന് പറഞ്ഞാൽ. ഇതുകൊടുത്ത് ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് അടുത്ത ജമാഅത്തിനായിട്ട് അങ്ങനെ കാത്തിരിക്കുക. അപ്പൊ വെള്ളിയാഴ്ചക്ക് പള്ളിക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഒതു കൊടുത്ത് വരിക. കുറെ അടുത്തുള്ളവരാണെങ്കിൽ നടന്നു വരാൻ ശ്രമിക്കുക. കാരണം ഓരോ കാൽപാദത്തിനും പാപങ്ങൾ പുറത്തു കിട്ടുകയാണ്. ഈ ഒരു കഫാറ പലപ്പോഴും നാം നഷ്ടപ്പെടുത്തി കളയുന്നു. പിന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്, റസൂലിനെ അറിയിച്ചത് എന്താണ് ദറജാത്ത് എന്നതാണ്. ദറജാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പദവികൾ അല്ലേ? നമ്മുടെ പദവികൾ ഉയർത്താൻ പറ്റിയ മാർഗം, നമ്മുടെ പദവി, നമ്മളുടെ ആ ഉയർച്ച, അത് ഉയർത്താൻ പറ്റിയ മാർഗമാണ് പിന്നീട് നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് എന്ത്? പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക ഒന്ന്. പിന്നെ നമ്മുടെ സംസാരം നന്നാക്കുക. മൂന്ന്, ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നീച്ചു നിന്ന് നമസ്കരിക്കുക. മറ്റുള്ളവരൊക്കെ സ്വല്ലാബില്ലൈലി വന്നാസുനിയ, നമ്മൾ നീച്ചു നിന്ന് നമസ്കരിക്കുക. പക്ഷെ ആ സമയത്ത് മറ്റുള്ള ജനങ്ങളൊക്കെ ഉറക്കത്തിലാണ്. ഈ കാര്യമാണ് ദറജ. നമ്മുടെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ പദവികൾ ഉയർത്താൻ പറ്റിയ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം ലഭിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നത് അല്ലേ? ഇതിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഇവിടെ പറഞ്ഞത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലും അതിനുശേഷം തൊട്ടടുത്ത് പറഞ്ഞതാണ് നല്ല സംസാരം എന്നാ പറഞ്ഞത്. മറ്റൊരു റിപ്പോർട്ടിൽ അബ്ഷുസ്സലാം എന്നും പറഞ്ഞിട്ടുണ്ട്. സലാം പരത്തുക, വ്യാപിപ്പിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു നല്ല കാര്യം അത് പ്രവൃത്തിയിലും വേണം, വാക്കിലും വേണം. ചിലപ്പോൾ ആളുകൾക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ എന്ത് വേണ്ടി വരും? നല്ല സംസാരം പറയാം അല്ലേ? ഒരാൾ വന്നിട്ട് ഭക്ഷണം ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുത്താൽ അത് നല്ല പ്രവൃത്തിയാണ്. എന്താ പറഞ്ഞത്? ദറജ, പല പദവികൾ നമുക്ക് ഉയരാൻ പറ്റിയൊരു മാർഗമാണത് അല്ലേ? ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ കാശില്ല, നല്ല സംസാരം, അള്ളാഹു നിന്നെ സഹായിക്കട്ടെ, അവന് വേണ്ടി പ്രാർത്ഥിക്കാം. അവന്റെ ദാരിദ്ര്യത്തിലും അവന്റെ പ്രയാസത്തിലും അവന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം.
അല്ലെങ്കിൽ ഉള്ള ആളുകളുടെ അടുക്കലും ഞാൻ മേടിച്ചു തരാട്ടോ, എന്റെ കയ്യിലില്ല, ഞാൻ ഉള്ള ആരിനോടൊക്കെ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് അവിടെ രണ്ടും ചേർത്ത് പറഞ്ഞത്. അങ്ങനെ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ അടുക്കൽ പദവികൾ ഉയർത്താൻ പറ്റിയ മറ്റൊരു മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന്. ഒന്ന്, പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക. മറ്റൊന്നാണ് നല്ല സംസാരം. പിന്നെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ റമദാൻ ഒഴിച്ച്, റമദാൻ മാറ്റി നിർത്തുക, റമദാനിൽ നമ്മളൊക്കെ തറാവീഹ് എന്ന പേരിൽ നമസ്കരിക്കാറുണ്ട്. എത്ര ആളുകൾ കൃത്യമായിട്ട് വേണ്ട എപ്പോഴെങ്കിലൊക്കെ രാത്രി നമസ്കാരം പരിചയമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇശ നമസ്കാരം തുടങ്ങി ഇശ നമസ്കാരം കഴിഞ്ഞതു മുതൽ സുബഹിന്റെ ഇടയിലാണ് രാത്രി നമസ്കാരം ചെയ്യാമില്ലേയുള്ളൂ. അല്ല, ഇതിനിടയിൽ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് നമസ്കരിക്കാം. ഓട്ടെ, ജോലി ചെയ്യാനും തിരക്കാണ്, സാരമില്ല. ഇശ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമസ്കരിക്കാമല്ലോ. എത്ര പേർ ചെയ്യുന്നവരുണ്ട്? ഒന്നുമില്ലെങ്കിൽ അല്ലെ, രാത്രി നമസ്കാരം കഴിഞ്ഞ് ഇശ നമസ്കാരം കഴിഞ്ഞ ശേഷം 3 റക്അത്ത് വിത്ർ നമസ്കരിച്ചൂടെ? അതെങ്കിലും നമുക്ക് ചെയ്തൂടെ? കൃത്യത പാലിച്ചൂടെ? കിട്ടുന്നത് എന്താ? നമുക്കാകെ ചെലവാകാൻ 3 അല്ലെങ്കിൽ 5 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ. നമ്മൾ ധൃതി പിടിച്ച് എങ്ങനെയാ പോകുന്നത്? കച്ചവടത്തിന് പോകുന്നു. ഈ 3 റക്അത്ത് അല്ലെങ്കിൽ ഒരു 11 റക്അത്ത് നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് രാത്രി നമസ്കാരം നിർവഹിക്കാതെ ഓടുന്നത് കച്ചവടത്തിനാവാം, സൗഖ്യമുണ്ടാക്കാനാകാം. പക്ഷേ മരിച്ചു പോകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. മരണാനന്തര ജീവിതത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം അത് കിട്ടാൻ ഇത് ചെയ്യണം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ വിവരിച്ചു കൊടുക്കുന്നത് കേട്ടു. അതായത് സ്വർഗത്തിലെ വീടുകളെ കുറിച്ച് പറയുന്നു. നമുക്കറിയാം എന്തൊക്കെ, നമുക്കറിയാം ഇവിടുത്തെ ഏറ്റവും വലിയ അല്ലെ ഇന്ന് അല്ലെ UAE ബുർജ് ഖലീഫ അല്ലെ, നല്ല സുന്ദരമായ രൂപത്തിൽ തട്ടായിട്ട് വലിയൊരു ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി. ഇനിയിപ്പോ മത്സരത്തിലാണ് രാഷ്ട്രങ്ങൾ തമ്മിൽ അല്ലെ. ഒരു രാഷ്ട്രം പറഞ്ഞു അതിനെക്കാട്ടും കൂടുതൽ ഉണ്ടാക്കും, ഞങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ട് അതിനെക്കാട്ടും കൂടുതൽ ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ തട്ടായി വലിയൊരു കെട്ടിടം, അത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടേതാണെന്ന് നിങ്ങൾക്ക് എഴുതുക. മനസ്സിലെങ്ങനെ നിങ്ങൾക്ക് അതേപോലത്തെ ഒരു കെട്ടിടം, അതിന്റെ ഉടമ നിങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണത്? ആകാശം മുട്ടേ നിൽക്കുന്ന ഏറ്റവും പ്രശസ്തമായ ഭാഗത്ത്, ഏറ്റവും തന്ത്രപ്രധാനമായ ഭാഗത്ത്, ആരുടെയും ലോകത്തിന്റെ തന്നെ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഏറ്റവും ഉയരമുള്ള ഒരു കെട്ടിടം, തട്ടായിട്ടുള്ള കെട്ടിടം, നിങ്ങൾക്ക് അഭിമാനമാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇതേപോലെ ഏറ്റവും ഉയർന്ന പദവി ലഭിക്കാൻ പറ്റിയൊരു മാർഗമാണ് പറഞ്ഞത്. അത് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? അങ്ങനത്തെ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ നിങ്ങൾ എന്ത് കൊടുക്കണം? എത്ര കഷ്ടപ്പെടണം? അത്തരത്തിൽ ഒരു ബുർജ് ഖലീഫ പോലുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കാൻ നിങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? എത്ര മുതൽ മുടക്കേണ്ടി വരും? ഇത് കണക്കാക്കിക്കോളി. നമ്മുടെ നാട്ടിൽ ചെറിയൊരു, നമുക്ക് ഒരു കുടുംബത്തിൽ 2 റൂമും ഒരു കോലായും ഒരു കിച്ചൺ മറ്റേ അടുക്കളയൊക്കെ പാടെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ 10-15 ലക്ഷം വേണ്ടേ? നമുക്ക് വേണ്ടേ? നിങ്ങൾക്കറിയാലോ. എന്നാൽ ആകാശം മുട്ട നിൽക്കുന്ന ഒരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിലോ എത്ര വേണം? ഇവിടെ അള്ളാഹു പറയുന്നു അതിനുള്ള ചാൻസ് നിങ്ങൾക്ക് തരുന്നു. നിങ്ങളിവിടെ ആകാശം മുട്ട നിൽക്കുന്ന കെട്ടിടം കോടികൾ മുടക്കി ഉണ്ടാക്കിയത് വലിച്ചാണ്ട് പോയാൽ നിങ്ങളുടെ കൂടല്ല. മരണാനന്തര ജീവിതത്തിൽ അത്തരമൊരു കെട്ടിടം കിട്ടാൻ വേണ്ട മാർഗങ്ങൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വർഗത്തിലൊരു വീടുണ്ട് അല്ലേ, അതിങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഉയർന്നു നിൽക്കുകയാണ് അല്ലേ. അതിന്റെ പുറത്തും നോക്കിയാൽ അകം കാണും, അകം നോക്കിയാൽ അകത്ത് നോക്കിയാൽ പുറത്തും കാണും. അത്രയ്ക്ക് സുന്ദരമാണ്. ഇങ്ങനെ റസൂലിങ്ങനെ ആ വലിയ കൊട്ടാരം ഇങ്ങനെ ആകാശം മുട്ട നിൽക്കുന്ന സ്വർഗത്തിലെ ആ സുന്ദരമായിട്ടുള്ള ആ ഗോപുരം, ആ കെട്ടിടം ഇങ്ങനെ വർണ്ണിച്ചപ്പോ സഹാബികൾക്ക് ഒരു പൂതി അത് കിട്ടണമെന്ന്. അത് ആർക്കാ റസൂൽ എന്ന് ചോദിച്ചു. അപ്പോഴാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. അവിടെ റസൂലുമായിട്ടുള്ള സംഭാഷണത്തിൽ ദറജാത്ത് എന്താണെന്ന് അള്ളാഹു റസൂലിനെ പഠിപ്പിച്ചു കൊടുത്ത പോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നതുപോലെ അത് ആ ഹദീസിൽ പറയുന്നു. പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക, ആളുകളോട് നന്നായി സംസാരിക്കുക, സംസാരം നന്നാക്കിയവന്. പിന്നെ പറയുന്നു ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത്
രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചവർക്കാണ് ഈ കാണുന്ന ആകാശ ഗോപുരം. എന്തിനു കഷ്ടപ്പെടുത്തണം? വല്ല മുതൽ കൊടുക്കണം, 10 രൂപ കൊടുക്കണം. പാവങ്ങൾക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കി. ബാക്കി പറഞ്ഞ 2 കാര്യം നിങ്ങൾക്ക് ചെയ്തുകൂടെ? പൈസ ഇല്ലാണ്ടാണ് പാവങ്ങൾക്ക് കൊടുക്കാത്തതെന്ന് പറയാം. കൊടുക്കേണ്ട ഉള്ളവന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുത്തൂടെ? അതിനാണ് ഈ നാവിന് നല്ല സംസാരം. അതിനാണ് ഉള്ളവന്റെ കയ്യിൽ നിന്ന് മേടിക്കുക, ഇല്ലാത്തവന് കൊടുക്കുക. അതിനാണ് ഈ നാവ് തന്നത്, കണ്ണ് തന്നത്, കൈകാലുകളൊക്കെ തന്നത്. അതിനും കൂടിയാ നമുക്ക് മാത്രം ആഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കണമെന്ന്. വലിയൊരു വിഷയമാണ്. നമുക്ക് സമയം കുറവാണ്, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് ഖതീബ് പറയുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിവിടെ 2 വിഷയങ്ങൾ പ്രധാനമായി മനസ്സിലാക്കി. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഒന്ന് കഫാറത്ത് എന്താണ്, മറ്റൊന്ന് ദറജാത്ത് എന്താണ്. പാവങ്ങൾ കൊടുത്തു കിട്ടാൻ പറ്റിയ നല്ല മാർഗങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? വുദു എടുക്കുക, നമസ്കാരത്തിനൊക്കെ പോകുമ്പോൾ വുദു എടുത്ത് പോവുക. മറ്റൊന്നെന്താണ്? പള്ളിയിൽ പോയി കൃത്യമായി നമസ്കരിക്കുക. ആ പള്ളിയിലേക്കുള്ള നടത്തത്തിന്റെ ഓരോ കാൽപ്പാടുകൾ നമുക്ക് പാവങ്ങൾ കൊടുത്തു കിട്ടിയാൻ പറ്റിയ മാർഗമാണ്. അതേപോലെ തന്നെ ഒഴിവുള്ളവരൊക്കെ ഒരു നമസ്കാരം കഴിഞ്ഞ് ധൃതി പിടിച്ച് ഓടണ്ട, വീട്ടിൽ പോയിട്ട് വെറുതെ ഉറങ്ങുന്നതിന് പകരം അടുത്ത നമസ്കാരം പ്രതീക്ഷിച്ച് പള്ളിയിലിരിക്കുക. വലിയ കാര്യമാണ്, പാവങ്ങൾ കൊടുത്തു കിട്ടാൻ പറ്റിയ മാർഗമാണ്. പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം, വലിയ കെട്ടിടങ്ങൾ, കൊട്ടാരങ്ങൾ, വലിയ തോട്ടങ്ങൾ ഒക്കെ കിട്ടാൻ പറ്റിയ മറ്റു മാർഗമാണ് പറഞ്ഞത്. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ സംസാരം നന്നാക്കുക. രാത്രി നമസ്കാരം അത് മുടങ്ങാതെ നിർവഹിക്കാൻ ശ്രമിക്കുക. ഒന്നുമില്ലെങ്കിൽ ചുരുങ്ങിയത് ഇശ നമസ്കാരം കഴിഞ്ഞിട്ട് 3 റക്അത്തെങ്കിലും അത് ചുരുങ്ങിയത് അതെങ്കിലും നിർവഹിക്കുക. ഇനി കൂടുതൽ കൂലി കിട്ടണമെങ്കിൽ സുബഹിന്റെ 1 മണിക്കൂറോ അരമണിക്കൂറോ എനിക്ക് രാത്രിന്റെ അവസാന ഭാഗത്ത് വെച്ചിട്ട് ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോളി. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഹദീസിന്റെ അവസാന ഭാഗത്ത് അള്ളാഹുവുമായിട്ടുള്ള സംഭാഷണങ്ങളെ ഒക്കെ കഴിഞ്ഞ ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ മുഹമ്മദ് നീ ചോദിക്കുന്നത് പറഞ്ഞു. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാണ് എന്ത്? അള്ളാഹുവേ, നല്ല പ്രവൃത്തിയോടെ എന്നെ അടുപ്പിക്കണം, നല്ല പ്രവൃത്തികൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. അള്ളാഹിന്റെ കാരുണ്യം ചോദിക്കുന്നു, പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി ചോദിക്കുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടം ചോദിക്കുന്നു, അതേപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ ഇഷ്ടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും അള്ളാഹു അത് സ്വീകരിക്കാൻ വേണ്ടി, അത് കബൂലാക്കാൻ വേണ്ടിയും അള്ളാഹുവിന്റെ തൗഫീഖിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഏത് നല്ല കാര്യം ചെയ്താലും അള്ളാഹുവെ ഇത് സ്വീകരിക്കണമേ, കബൂലാക്കണമെന്ന് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി അതിന് തൗഫീഖ് ഉണ്ടാവാൻ, അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നുകൂടി ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മറ്റൊന്ന്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വഴുകിയെന്ന് പറയും. എന്തുകൊണ്ടാണ് വഴുകിയത്? എന്തുകൊണ്ടാണ് വഴുകിയത്? എങ്ങനെ ഉറങ്ങിപ്പോയി? രാത്രി നമ്മളും സുബഹിന്റെ സമയത്ത് ഉറങ്ങാറുണ്ട്. രാത്രി നിന്ന് ഉറക്കം വെച്ച് നമസ്കരിച്ചിട്ടാണോ ഞാനും നിങ്ങളൊക്കെ സുബഹിന്റെ സമയത്ത് ഉറങ്ങണത്? ഉറക്കം കൂടിപ്പോയതിന്റെ കുഴപ്പമാണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുക. രാത്രി 8 മണിക്കൂർ നമസ്കരിച്ചിട്ടാ, അതെന്നുമില്ല. നമ്മളോ മൂക്കറ്റം ഉറങ്ങിയിട്ടും പിന്നെ സുബഹിക്ക് മൂക്കറ്റം ഉറങ്ങിയിട്ട് അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കാൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ എന്ത് ചെയ്യുക? നമ്മൾ അള്ളാഹുവിനോട് അടുക്കുക. പ്രത്യേകിച്ച് സുബഹി മുതലുള്ള ഒരു വക്തം മുടങ്ങാതെ പരമാവധി ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. നമുക്കൊന്നും സമയമല്ല. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ അവസാന ഭാഗം നമ്മളൊന്ന് മനസ്സിലാക്കാൻ വിചാരിച്ചത്, പക്ഷെ ദോഹയിൽ പെട്ടെന്ന് നിർത്തേണ്ടതുണ്ട്, അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഹംസ റളിയല്ലാഹുവിന്റെ അവസാന ചരിത്രത്തിന് അവസാന ഭാഗം അതോടെ ഹംസ റളിയല്ലാഹുവിന്റെ കഥ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ആഴ്ച നമുക്ക് പറയാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ച അവിടെ സ്ഥിരം നടക്കുന്ന അൽഹോളിൽ വെച്ച് നടക്കുന്ന മാസ ക്ലാസ് നടക്കുന്നുണ്ട്. ഖബർ എന്നതാണ് വിഷയം. അപ്പോൾ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. അതിൻ്റെ നോട്ടീസുണ്ട്. അത് നിങ്ങൾക്കുള്ളതാണ്. കൂട്ടത്തിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ അടുത്ത പരിചയക്കാരിൽ ഒരാളെ നിങ്ങൾ പങ്കെടുപ്പിക്കണം. കാരണം അതിലൊരാൾ വന്നിട്ട് നന്നായ അതിൻ്റെ കൂലിയും കൂടി നിങ്ങൾക്ക് കിട്ടും. അവനക്കും കിട്ടും, നിങ്ങൾക്കും കിട്ടും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അള്ളാഹുവെ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം. അള്ളാഹുവെ
ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും അല്ലാഹുവേ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കിട്ടണം. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഓരോരുത്തർക്കും ഓരോ മുസ്ലിങ്ങളും ഞങ്ങൾക്ക് പരിചയമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അല്ലാഹുവേ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണം. അല്ലാഹുവേ അവരുടെ ഖബറുകൾ വിശാലമാക്കി. അല്ലാഹുവേ പ്രപഞ്ച സൃഷ്ടാവായ നാഥ അവരുടെ ഖബർ ജീവിതം സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കണം. അല്ലാഹുവേ നരക ശിക്ഷകളിൽ നിന്നും ഖബർ ശിക്ഷകളിൽ നിന്നും അവരെയും ഞങ്ങളെയും അല്ലാഹുവേ കാത്തുരക്ഷിക്കണം. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ നിന്റെ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ നീങ്ങുകയും ആര് എത്ര തന്നാലും അതൊന്നും മതിയാവില്ല. നീ തരുന്ന സഹായവും നീ തരുന്ന കാരുണ്യവും കൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങുക. അല്ലാഹുവേ ഞങ്ങളുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് നിന്റെ കാരുണ്യം വർഷിപ്പിച്ചു തരണമേ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും നീ ആശ്വാസം പകർന്നു നൽകണമേ. അല്ലാഹുവേ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും നീ രോഗശമനം നൽകി അനുഗ്രഹിക്കണം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.